ഈ ലെറ്ററിന്റെ റെഫറൻസ് നമ്പർ എവിടെ? ഇല്ലേ സർ? എവിടെ സർ? ടൈപ്പ് ചെയ്തിട്ടില്ലേ സർ? ഇല്ലാത്തതുകൊണ്ടല്ലേ ചോദിക്കുന്നത്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. സംതിങ് റോങ് സംവെയർ. നിങ്ങൾ നോക്കിയില്ലേ? ഇത് എന്റെ വകുപ്പല്ല, നോട്ട് മൈ പോർട്ട്ഫോളിയോ. ആരാ ഇത് ടൈപ്പ് ചെയ്ത്? അയാളോട് വരാൻ പറയും. ഹലോ, ഒന്നിങ്ങി വരൂ. ഒന്നിങ്ങി വന്നെങ്കിൽ. നിങ്ങൾ ഇതൊക്കെ നോക്കണ്ടേ സ്വാമി? യു ആർ ടു ഇറസ്പോൺസിബിൾ. സർ, എന്റെ ജോലികളെല്ലാം ഞാൻ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. ഇത് എന്റെ ജോലിയല്ല, അതുകൊണ്ടാണ് ഞാൻ. ഐ ഡോണ്ട് വാണ്ട് എനി എക്സ്പ്ലനേഷൻസ്. നിങ്ങളെ ഒന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരു പണി ഏൽപ്പിക്കാൻ കൊള്ളില്ല സ്വാമി. ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ നിങ്ങളെ കാണാൻ എത്തിയിരിക്കുന്നത്. സാമൂഹ്യ പരിഷ്കരണ പ്രവണത ഉൾക്കൊണ്ടുകൊണ്ട് ബഹുജന പ്രസ്ഥാനങ്ങളിലൂടെ മുന്നോട്ട് വരുന്ന സ്ത്രീജനങ്ങളെ, പ്രത്യേകിച്ച് കോളേജ് വിദ്യാർത്ഥിനികളെ തുറന്ന ഹൃദയത്തോടുകൂടി ഞങ്ങളുടെ പ്രസ്ഥാനത്തിലേക്ക് സ്വാഗതം ചെയ്യാൻ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ആരാത്? അല്ല, പ്രസംഗം നന്നായിരുന്നു. ഞങ്ങളെല്ലാം കൂടി കൈ തട്ടിയപ്പോ കൂവല് പോലെ ആയിപ്പോയതാ. നിങ്ങൾ ആരാണ്? തുളസി, ആ ലെറ്ററിൽ റെഫറൻസ് നമ്പറും ഡേറ്റും ഒന്നും കാണുന്നില്ലല്ലോ. എക്സ്ക്യൂസ് മീ സാർ. സ്വാമിന്റെ ഡ്രാഫ്റ്റ് ആണ്, ഒറിജിനൽ അല്ല. അതെന്റെ മേശപ്പുറത്തുണ്ട്. സാർ. താമ വയ്ക്കോളൂ. ഇതാരാ ഇവിടെ കൊണ്ട് വെച്ചത്? ദുഷ്യന്തനാണ്. ഒരു ദുഷ്യന്തനും ശകുന്തളയും. അയാളോട് ഇങ്ങോട്ട് വരാൻ പറയും. ജസ്റ്റ് മിനിറ്റ്. പേരെന്താണ്? തുളസി. ഇവിടെ എത്ര നാളായി? 1 വർഷം. കുട്ടിയെ ഞാൻ ഇതിനു മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. കറക്റ്റ്. പണ്ട് കോളേജില് പ്രസംഗിക്കാൻ വന്നപ്പോ കൂവിയത്. സോറി സാർ. പഴയ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ഇപ്പോഴുണ്ടോ? ക്ഷമിക്കണം സാർ, അന്ന് പിന്നെ. തുളസി പോയിക്കോളൂ. പോയതോ മന്ദഹാസവുമായി, വന്നതോ ചന്ദ്രഹാസവുമായി. വലിയ മുതലാളിയെ മണിയടിച്ചടിച്ച് ഇപ്പൊ സ്വാമിക്ക് എന്തും ചെയ്യാമെന്നായി. നീ ചിരിക്കല്ലേ, നീയും മണിയാ, ചിന്നമണി. ഇത് ഉശലൈ മണി. ഫോണിന്റെ തടപ്പ് സാറ് വിളിക്കുന്നു. ഇവിടെ ആകെ 3 മണികളാ ഉള്ളത്. ഇത് പെരിയ മണി, അത് ചിന്നമണി. മിസ്റ്റർ ദുഷ്യന്തൻ വളരെ കൂടുന്നു. യു ആർ ക്രോസിംഗ് ദി ലിമിറ്റ്സ്. ദുഷ്യന്ത, എന്തോ? അകത്ത് സാറ് വിളിക്കുന്നുണ്ട്, അങ്ങോട്ട് ചെല്ല്. എന്താ കാര്യം? നേരിട്ട് പറയും. ചിലപ്പോൾ എന്റെ കവിത കേൾക്കാനായിരിക്കും. പക്ഷേ ഞാനിപ്പോൾ സാറിന്റെ മുറിയിലേക്ക് ഗമിച്ചാൽ തിരിച്ചുള്ള എന്റെ ഗമനത്തിൽ എന്തെങ്കിലും സസ്പെൻസ് ഉണ്ടാകുമോ? ചിലപ്പോ ഉണ്ടായെന്നിരിക്കും. സസ്പെൻസ് അല്ല, സസ്പെൻഷൻ. നീ വീട്ടിൽ പോയില്ലേ? നാളെ പോന്നുള്ളൂ. ചേച്ചി പേടിച്ചേ. നീ ഇതെപ്പോ വന്നു? കുറച്ചു നേരായി. നിനക്ക് എന്റെ മുറി കയറി ഇരിക്കായിരുന്നില്ലേ? ഇരിക്കായിരുന്നു. ചേച്ചിയുടെ മുറിയിലല്ല, ദേ വരാന്തയിൽ. വാർഡന്റെ ഔദാര്യം കൊണ്ട്. അയ്യോ, താക്കോൽ എന്റെയിലായിരുന്നു. അട്ടെ, നീ ഇപ്പൊ എവിടുന്നാ വരുന്നേ? വീട്ടിൽ നിന്ന്. അമ്മയ്ക്ക് അസുഖമൊന്നുമില്ലല്ലോ? ദേ, അമ്മ തന്നയച്ചതാ മൂത്ത മോൾക്ക്. വടക്കേപ്പുറത്തെ പുളിച്ചിമാവേലെ മാങ്ങ ഉപ്പിലിട്ടതും പിന്നെ നെല്ലിക്കാച്ചാറും. നീ ഇപ്പൊ വീട്ടിൽ വന്നു? കഴിഞ്ഞ വ്യാഴാഴ്ച. എന്റെ കൂടെ നഴ്സിംഗിന് പഠിക്കുന്ന ലില്ലിയുടെ ചേച്ചിക്ക് നമ്മുടെ നാട്ടിലെ ഹോസ്പിറ്റലിൽ ജോലി കിട്ടി. സ്ഥലം പരിചയമില്ലാത്തോണ്ട് എന്നെ കൂടെ കൂട്ടിന് വിളിച്ചു. ഞാനും 2-3 ദിവസം ലീവ് എടുത്ത് പോന്നു. അമ്മയെ കൂടി കാണാമല്ലോ. നീ ഇങ്ങനെ കറങ്ങി കിടന്നു. ഫൈനൽ ഇയറാ. എക്സാം വരുമ്പോ അറിയാം. ചേച്ചി ടേപ്പ് കാർഡ് വാങ്ങിയോ? വാങ്ങിച്ചു. ഞാനല്ല, എന്റെ റൂംമേറ്റ്. ഭയങ്കര പുളി. ഞാൻ പറഞ്ഞ ഡ്രാഫ്റ്റ് അയച്ചു. വെരി ഗുഡ്. നാളിയാ പോണ്ടേ? ഇന്ന് ഫൈനൽസ് ആണ്, ഞാൻ ഒന്ന് കണ്ടോട്ടെ. ഈ കളിയോ?
11 fools playing and 11,000 fools watching. ഇത് ഞാൻ പറഞ്ഞല്ല, ബർണാഡ് ഷാ പറഞ്ഞതാ. അതിലൊരു ഫൂൾ നീ ആകെ. അതുവരെ ഞാൻ അകത്ത് പോയി എന്റെ ജോലി തീർത്തിട്ടെങ്കിൽ വരാം. ശ്ശോ, ഈ കളി കാണുന്നവനെ സമ്മതിക്കണം, അവന്റെയൊക്കെ ഒരു ക്ഷമ. നീ ഒന്ന് വെറുതെ ഇരിക്കും. യേശുദാസിന്റെ ഓൾഡ് ഹിറ്റ്സ് ഉണ്ടോ? ഇല്ല, തീർന്നുപോയി. ഒന്ന് നോക്കുന്നേ. നോക്കേണ്ട കാര്യമൊന്നുമില്ല, ഇനി അടുത്ത സ്റ്റോക്ക് വന്നെങ്കിലേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല ഇവിടെ കാണില്ലെന്ന്. കഴിഞ്ഞ ആഴ്ചയിലുണ്ടായിരുന്നു ചേച്ചി. അവിടെ കുറച്ചിരിക്കുന്നല്ലോ, ചിലപ്പോ കണ്ടാലും ഒന്ന് നോക്കി. ചേച്ചി, ഞാൻ ആ സെറ്റിന് നോക്കട്ടെ. വസന്ത ഗീത. എന്നിട്ടും ഓൾഡ് ഹിറ്റ്സ് ഇല്ല. അല്ല, തുളസി ഇവിടെ? ഞാനൊരു കാസറ്റ് വാങ്ങാൻ വന്നതാ. പാട്ടിഷ്ടാണോ? അതെ. പാടുവോ? പാടാറില്ല, കേൾക്കുന്ന ഇഷ്ടാ. ഏത് കാസറ്റാ? യേശുദാസിന്റെ ഓൾഡ് ഹിറ്റ്സ്. പക്ഷേ ഇവിടെ ഇല്ല. എന്താണാ ഇത്? യേശുദാസിന്റെ ഓൾഡ് ഹിറ്റ്സ് ഇല്ലേ? പിന്നെ എന്തിനാണ് ഇത് തുറന്നു വെച്ചോണ്ടിരിക്കുന്നത്? അതിപ്പോ തീർന്നു കാണും. ആ, ഇത് മിസ്റ്റർ എൻജി, എന്റെ ഫ്രണ്ടാണ്. ഇവന്റെ കടയായത്. ചേച്ചി പോണ്ടേ? അപ്പോ വരട്ടെ. ഏതാടാ പാർട്ടി? എന്റെ ഓഫീസ് സ്റ്റാഫാണ്. വളയുമോ? കിട്ടുമോ? കിട്ടും, 2 അടി. ബാല, മോനിതൊന്ന് നോക്കിയേ. വാസുദേവ പണിക്കർ കൊണ്ടുവന്നതാ. നിനക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാ നമുക്ക് ആലോചിക്കാം. കൊള്ളാം, എല്ലാത്തിനും ഫാഷൻ പരേഡിന് അയക്കാൻ കൊള്ളാം. നിനക്കൊന്നിനെയും പിടിക്കില്ലെന്ന് വെച്ചാലോ? ദേ, ഇപ്പൊ തന്നെ വയസ്സ് ഒരുപാടായി. ഇനി നിന്റെ കല്യാണം നീട്ടിക്കൊണ്ടുപോയി ഞാൻ സമ്മതിക്കില്ല. ഇതിലാരെയും നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ നീ തന്നെ കണ്ടുപിടിക്കേ. അമ്മേ, എന്റെ മനസ്സിനാണെങ്കിൽ പെൺകുട്ടി എങ്ങനെയുള്ളവളാണെന്ന് ഇവക്കറിയാം. അപ്പോഴേ ഇനി ഞാൻ ഉറങ്ങാൻ പോകുന്നു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അമ്മേ, എന്റെ മനസ്സിനാണെങ്കിൽ പെൺകുട്ടി എങ്ങനെയുള്ളവളാണെന്ന് ഇവക്കറിയാം.